Now we discuss very important theorem, Radon-Nokodym theorem. Radon-Nokodym theorem, very important theorem, very lengthy proof. If x is mu is a sigma finite measure space over nu is a sigma finite measure on S such that nu is absolutely continuous, that is symbol is nu less mu, then there exists a finite valued non-negative measurable functions f on x, capital X, such that nu e signed measure on e is equal to integral over e f d mu for e element s. Also f is unique in the sense that if there is another representation nu e equal to integral e over g d mu for e element s, unique means nu e can be written integral e or to prove integral over e f d mu. If there is another representation nu e, then we prove that f equal to g almost everywhere. That is the Radon-Nokodym theorem, very important theorem, lengthy theorem. Okay. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിസൾട്ട് ഫൈനൈറ്റ് മെഷേഴ്സിന് ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അസ്യൂം ചെയ്യുന്നു mu and nu are finite measures. Let k be the class of all non-negative functions f. F means measurable with respect to mu. f എന്ന് പറഞ്ഞാൽ മെഷറബിൾ ഫങ്ഷനാണ് വിത്ത് റെസ്പെക്ട് ടു mu. അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷനെ k കൊണ്ട് ഡിനോട്ട് ചെയ്തു. സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ f d mu over e is less than or equal to nu e signed measure of e for all e elements. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇവിടെ നമുക്ക് k എന്ന് പറഞ്ഞാൽ മെഷറബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അതിൽ nu ഈസ് എൻ സൈൻഡ് മെഷർ, then it is everywhere is positive or greater than or equal to 0. Therefore 0 is present in k. Nu is greater than or equal to 0 and f d mu over e is less than or equal to nu of e, then k is non-negative because 0 is present in k. And also we assume the supremum of integral f d mu, where f from k, f in k, and this can be named as alpha. സുപ്രീം അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂസ് എടുക്കുന്നു, അതിൻ്റെ സുപ്രീമത്തെ ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അസംഷനാണ്. ആൻഡ് ലെറ്റ് എഫ് എൻ, അനദർ അസംഷൻ, എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഇൻ കെ. കെയിലെ ഫങ്ഷൻസ് ആണ്, സീക്വൻസിൻ്റെ കളക്ഷനാണ് സീക്വൻസ് എഫ് എൻ, സച്ച് ദാറ്റ് ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി mu ഈസ് ഈക്വൽ ടു ആൽഫ. അതും ആൽഫയെന്ന് അസ്യൂം ചെയ്തു. സുപ്രീമം എഫ് ഇൻ്റഗ്രൽ എഫ് ഡി mu വേർ എഫ് എലമെൻറ്റ് കെയുടെ സുപ്രീമത്തെ ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എഗെയിൻ വി അസ്യൂം എ സീക്വൻസ് എഫ് എൻ ഇൻ കെ വിത്ത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി mu ഈക്വൽ ടു ആൽഫ. ഇത്രയും അസംഷനാണ്. അപ്പോൾ ഈ പ്രൂഫിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും അസ്യൂം ചെയ്യുകയാണ്. വീണ്ടും അസ്യൂം ചെയ്ത് ലെറ്റ് ക്യാപിറ്റൽ ബി ബി എ ഫിക്സ്ഡ് മെഷറബിൾ സെറ്റ്
and n a fixed integer, positive integer such that g suffix n, gn equal to maximum of f1, f2, etc. fn. അത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. Then our first proof is to prove B equal to union, claim ആണ് B equal to union B എന്ന് എഴുതാമെന്നും and BI are disjoint measurable set such that GN equal to FI on BI for I equal to 1 to etc. n. ഇതിനിങ്ങനെ ബി എ യൂണിയൻ ബി എന്ന് എഴുതാമെന്നും അതിൽ ബി ഐയിൽ ജി എൻ്റെ വാല്യൂ എഫ് ഐ ആണെന്നും B1 ആണ് F1, B2 ആണ് F2 ഫോർ I ഈക്വൾ 1 to 1 ഇത് ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ആദ്യം ഈ റിസൾട്ട് 2ന് ശരിയാണെന്ന് തെളിയിക്കും. അത് കഴിഞ്ഞ് എന്നിന് അസ്യൂം ചെയ്യുന്നു n+1 ശരിയാണെന്ന് തെളിയിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ B1 എന്നൊരു സെറ്റ് സെലക്ട് ചെയ്യുക. B1 എന്ന് പറയുന്നത് എക്സിൻ്റെ കളക്ഷൻ വേർ എക്സ് ഫ്രോം ബി വിത്ത് F1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു F2 എക്സ്. നമ്മളിങ്ങനെ അസ്യൂം ചെയ്യാം B1-നെ. ആൻഡ് അഗെയിൻ B2 ക്യാൻ ബി റിട്ടൺ ആസ് B മൈനസ് B1. ബിയിൽ നിന്ന് B1 റിമൂവ് ചെയ്യുക, അപ്പോൾ B2 കിട്ടും. Therefore B1 and B2 are disjoint. Okay. And also B can be written as B1 union B2. Okay, set theory. And now G2. G2 is maximum of F1, F2. Maximum of F1, F2. But G2 means F2 on B2 and G1 is equal to maximum of F1, F2. This is equal to F1 on B1. This is equal to F1 on B1. അപ്പോൾ തൊട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അത് ജി എൻ്റെ വാല്യൂ എന്താണെന്ന്. മാക്സിമം ഓഫ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഈ റിസൾട്ട് G2-ന് F2 ഓൺ B2, G1-ന് F1 ഓൺ B1. അപ്പോൾ റിസൾട്ട് 2-ന് ശരിയായി. ഓക്കെ, ഇത് നമുക്ക് എന്നിന് ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് GN+1? GN+1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? മാക്സിമം ഓഫ് F1, F2, എക്സെട്ര Fn+1 എന്ന് എഴുതാം. അതിന് വേണമെങ്കിൽ മാക്സിമം ഓഫ് GN, Fn+1 എന്ന് എഴുതാൻ പറ്റും. GN എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് F1, F2, Fn. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് 2 പേരാണ്. 2 പേർക്ക് നമ്മുടെ റിസൾട്ട് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. GN-ഉം Fn+1. നേരത്തെ നമ്മൾ F1, F2-ലൊന്നും എടുത്ത് നമ്മൾ 2 എടുത്ത് ചെയ്ത പോലെ 2-ന് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ ബി എ എങ്ങനെ എഴുതാം? Fn യൂണിയൻ Bn+1 എന്ന് എഴുതാം. കാരണം നേരത്തെ നമ്മൾ ബി എങ്ങനെ എഴുതി? B ഈക്വൾ ടു B1 യൂണിയൻ B2 വേർ B1 ആൻഡ് B2 ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ആ ഒരു തിയറി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. B1-ന് പകരം Fn എന്നും B2-ന് പകരം Bn+1 നമ്മൾ അസ്യൂം ചെയ്തു. സച്ച് ദാറ്റ് ദേ ആർ ഡിസ്ജോയിൻറ്റ്. ഓക്കെ, ആൻഡ് ആൾസോ Gn+1 ഈക്വൾ ടു സ്മോൾ gn ഓൺ Fn അത് പ്രകാരം ആൻഡ് Gn+1 ഈക്വൾ ടു Fn+1 ഓൺ Bn+1. നേരത്തെ നമ്മൾ എഴുതിയിരുന്നു G2 ഈക്വൾ F2 ഓൺ B2 ആൻഡ് G1 ഈക്വൾ ടു F1 ഓൺ B1. അതേ ശൈലിയിൽ Fn-ഉം Bn+1 എടുത്തു.
അപ്പോൾ ജി എൻ പ്ലസ് വണ്ണ് ജി എൻ ആയിട്ട് എഴുതും എഫ് എന്നിലാണെങ്കിൽ, ജി എൻ പ്ലസ് വണ്ണിന് എഫ് എൻ പ്ലസ് വൺ എഴുതും ബി എൻ പ്ലസ് വൺ ആണെങ്കിലും. അവിടെ ബി വണ്ണിനും ബി ടുവിനും പകരം എഫ് എന്നും ബി എൻ പ്ലസ് വൺ അതേ രീതി നമ്മൾ ഫോളോ ചെയ്തു. Then therefore by induction Fn can be written as union of Bi where I equal to 1 to n, and Bi are disjoint sets, and Gn equal to Fi on Bi for I equal to 1 to n. Therefore capital B equal to Fn union Bn plus 1, and Fn is union Bi where I equal to 1 to n, then union Bn plus 1. Therefore B can be written as union of Bi where I varies from 1 to n plus 1. And also each Bi are disjoint. Therefore, our claim is true for n plus 1, hence it is true for every integer n. By mathematical induction, our claim is true. അപ്പോൾ ആ സ്റ്റെപ്പ് പൂർത്തീകരിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ, ഈ ഫൈനൈറ്റ് മെഷർ കേസിൽ നമുക്ക് എഫ് ഉണ്ടെന്നും അതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ഇ ഈക്വൾ ടു ന്യൂ ഇ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് പ്രൂവ് ചെയ്യുന്ന ആദ്യം നമ്മുടെ ലെഫ്റ്റ് ആൻഡ് ഓർ ഈക്വൾ ടു ഇൻക്ലൂഷൻ ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ തിരിച്ച് റിവേഴ്സ് ക്ലിയർ ചെയ്യും, ദെൻ ഈക്വൾ ടു ആണെന്ന് പറയും. ആ ഒരു സെൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുന്നില്ല, വേറെ രീതിയിലേക്കാണ് അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ എയിം. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ എഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞു, കെയിലെ എലമെൻ്റാണ് എടുത്തു കഴിഞ്ഞു, മെഷറബിൾ ഫങ്ഷൻസ്. നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ ബി ജി എൻ ഡി മ്യൂ കാണുന്നു. നേരത്തെ നമ്മൾ ബി എൻ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് ബി നമ്മുടെ കയ്യിലുണ്ട്, യൂണിയൻ ബി ആയി വേർ ഐ ഈക്വൾ ടു 1 to n. അപ്പോൾ ഇതിനെ നമുക്ക് അറിയാം, ബി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ യൂണിയൻ ബി ഐ ആണ്. യൂണിയൻ ബി ഐ എങ്ങനെ എഴുതാം? സമ്മേഷൻ ഇൻ്റഗ്രൽ ഓവർ ബി ഐ ജി എൻ ഡി മ്യൂ വിത്ത് റെസ്പെക്റ്റ് ടു മെഷർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള കാര്യമാണ് ജി എൻ എന്ന് പറഞ്ഞത് എഫ് ഐക്ക് ഈക്വലാണ്, തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലെയിം പ്രൂവ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സമ്മേഷൻ ഇൻ്റഗ്രൽ ഓവർ ബി ഐ എഫ് ഐ, ബി ഐയിൽ എഫ് ഐ ആണ്, ബി എന്നിൽ എഫ് എൻ. അപ്പോൾ ബി ഐ ഇവിടെ എഴുതിയത് കൊണ്ട് എഫ് ഐ എഴുതി, ഡി മ്യൂ എഴുതി. ആൻഡ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൾ ടു, നമ്മൾ ഈ നേരത്തെ ഒരു അസംഷൻ എടുത്തിരുന്നു, നേരത്തെ തൊട്ട് മുമ്പ് ഒരു അസംഷൻ ആദ്യം എഴുതിയിരുന്നു. ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ന്യൂ ഇ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഇവിടെ ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു സമ്മേഷൻ ഉണ്ട് ന്യൂ ഇ എന്ന് എഴുതാം. ഈ ന്യൂ ഇ മീൻസ് ഇവിടെ ബി ഐ ആണ്, ന്യൂ ബി ഐ എന്ന് എഴുതാം. ആ തിയറി അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ സമ്മേഷൻ നിൽക്കുന്നത് കൊണ്ട് ന്യൂവിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്, സൈൻഡ് മെഷറിൻ്റെ. അതിനെ ന്യൂ ഓഫ് യൂണിയൻ ബി ഐ എന്ന് എഴുതാം. ആ പ്രോപ്പർട്ടി പ്രകാരം ന്യൂ യൂണിയൻ, വട്ട് ഈസ് യൂണിയൻ ബി ഐ? ദാറ്റ് ഈസ് ഈക്വൾ ടു ബി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ബി ജി എൻ ഡി മ്യൂവിൻ്റെ വാല്യൂ ന്യൂ ബി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈക്വൾ ടു അല്ല, അവിടെ ഒരു ഇനിക്വാളിറ്റി ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൾ ടു നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Therefore ഇൻ്റഗ്രൽ ഓവർ ബി ജി എൻ ഡി മ്യൂ നമ്മൾ എന്താ പ്രൂവ് ചെയ്തിരിക്കുന്നത്? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ന്യൂ ബി ഫോർ എവരി ബി എലമെൻറ്റ് എസ്.
And also Gn, our assumption Gn convergent, Gn is a convergent sequence, and the limit of Gn is right as G naught. Then by Lebesgue monotone convergence theorem, integrally f0 d mu is equal to, by theorem, limit integral over E Gn d mu. Then integral Gn d mu, what is integral Gn d mu? For assumption it is nu E, based on E, then nu E for every E element is. അപ്പോൾ നമുക്ക് ലഭിച്ചെന്ന് ഡോക്ടറുകളെ അപ്പം ലഭിച്ചിരിക്കുന്നത് ഇൻ്റഗ്രൽ എഫ് നോട്ട് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഇ എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് എന്താണ്? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ആദ്യം ഇൻക്ലൂഷൻ പറയാൻ പോകുന്ന ന്യൂ ഇ എന്ന് ആദ്യം പറയാൻ പോകുന്നത്. അത് നമ്മൾ എഫ് നോട്ട് വരെ എത്തിയിട്ടുണ്ട്. എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ജി എൻ എന്ന സീക്വൻസിൻ്റെ ലിമിറ്റാണ്. ഓക്കെ, അവിടം വരെ എത്തി. ഇത് ലെസ് ദാൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ വാല്യൂ ഈ സൈൻഡ് മെഷറിനേക്കാൾ താഴെ ആയതുകൊണ്ട് therefore f naught is integrable. Therefore f naught is a member in K. What is K? K is a collection of measurable functions. Okay, measurable functions. And what is alpha? Alpha is supremum value. Therefore alpha is greater than or equal to integral f naught d mu. ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂവിൻ്റെ സുപ്രീം വാല്യൂ ആണ് ആൽഫ. അതുകൊണ്ട് എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ജി എൻ്റെ ലിമിറ്റാണ്. ജി എൻ എന്ന് പറഞ്ഞാൽ എഫ് ഐ ഓൺ ബി ഐ ആണ്. അതുകൊണ്ട് സുപ്രീം വാല്യൂ എപ്പോഴും മോർ ദാൻ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് എഫ് നോട്ട്? ഓക്കെ, ലിമിറ്റിംഗ് പോയിൻ്റ് ഓഫ് ജി എൻ. ആൻഡ് എഫ് നോട്ട് is clearly greater than or equal to integral g naught d mu. Okay, and integral g naught, which is clearly integral f and d mu. അത് ഇനിക്വാളിറ്റിയൊക്കെ ഉപയോഗിക്കുന്ന അവിടെ റീസൺ എന്ന് പറയുന്നത് അത് ലിമിറ്റിംഗ് കേസ് വരുന്നുണ്ട്, സുപ്രീമം കേസ് വരുന്നുണ്ട്. അതിൽ എഫ് നോട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ഇനിക്വാളിറ്റി വീണ്ടും ലഭിക്കുന്നു. This is true for every n. This is true for every n. Therefore alpha greater than or equal to integral f d mu is greater than or equal to limit integral f and d mu. This is true for every n. Therefore അവിടെ ലിമിറ്റിംഗ് കേസും അപ്ലൈ ചെയ്യാം. This value is called alpha. Then alpha equal to alpha greater than or equal to integral f naught d mu is greater than or equal to alpha. Both are alpha. Therefore they are equal. And also alpha greater than or equal to integral f naught d mu greater than or equal to integral f and d mu. Therefore integral f and d mu equal to alpha. And also f naught d mu is less than or equal to measure of capital X. F naught d mu is less than or equal to measure of X. മെഷർ തിയറി ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എക്സിൽ ഡിഫൈൻ ചെയ്യുന്ന മെഷറബിൾ ഫങ്ഷൻസാണ് എഫ്. അതിൽ നിന്നാണ് ജി എൻ ഡെവലപ്പ് ചെയ്ത് ജി എൻ്റെ ലിമിറ്റിംഗ് പോയിൻ്റാണ് എഫ് നോട്ട്. അതുകൊണ്ട് ഇൻ്റഗ്രൽ എഫ് നോട്ട് എപ്പോഴും
മെഷർ ഓഫ് ആ സ്പേസിനേക്കാൾ താഴെയായിരിക്കും, which is less than infinity. Therefore, f naught is integrable, and also f naught is finite valued almost everywhere. And we again define f of x. f of x equal to f naught x if f naught is finite, otherwise 0. Therefore, f is finite valued, non-negative, measurable function, and f equal to f naught almost everywhere. f equal to f naught almost everywhere. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിൽ ആ ഫസ്റ്റ് പാർട്ട് എത്തിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ന്യൂ ഇ എന്ന് തെളിയിക്കണം. അത് പറയുന്നതിന് ഈ ന്യൂ ഇ is greater than or equal to integral over e f naught d mu. നമുക്ക് ഇങ്ങനൊരു തിയറി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, തൊട്ടും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് തൊട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫിന് ഈക്വലാണ്. ഇപ്പോൾ പറഞ്ഞു ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പോൾ നമുക്ക് ഇതിലും ലഭിച്ചത് എന്താ? ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഇ എന്ന് കിട്ടി ഫോർ ഇ എലമെൻറ്റസ്. അപ്പോൾ വീണ്ടും കേൾക്കുക, ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ എഫ് ഈസ് ഫൈനൈറ്റ് വാല്യൂഡ് എന്ന് കിട്ടി. അപ്പോൾ ഫൈനൈറ്റ് മെഷറിൽ ഈ സംഭവം ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഏതാ? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമുക്ക് ഈക്വൽ ടു ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വൽ ടുവിലേക്ക് പോകുന്നതിന് നമ്മൾ വീണ്ടും ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഇ എന്ന് കിട്ടി. ഇതിൽ ന്യൂ ഓഫ് ഇ മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഓവർ ഇ വിച്ച് ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഈ വാല്യൂവിന് നമ്മൾ വി നോട്ട് സഫിക്സ് ഇ എന്ന് പേര് കൊടുക്കും. ഓക്കെ, എന്നാൽ നമ്മൾ ഈ പ്രൂവ് ചെയ്യും വി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. വി നോട്ട് നമുക്ക് ഈ പോസിറ്റീവ് സെൻസിന് വേണ്ടിയാണ് ആദ്യത്തെ ഈ പാർട്ട് ശരിക്കും ചെയ്തത്. ദെൻ ഇതിൽ വി നോട്ട് 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആകും. 0 ആയാൽ വി എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഡി വി നമ്മുടെ ആൻസറിലേക്ക് മാറും. റിവേഴ്സ് ഇനിക്വാളിറ്റി അല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഈ ഇനിക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് ഇത് പോസിറ്റീവ് സെൻസ് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് വി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കിപ്പോൾ കിട്ടിയ എന്താ? വി നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ 0 എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അസ്യൂം ചെയ്യുന്നു, സപ്പോസ് ദാറ്റ് വി നോട്ട് ഈസ് നോട്ട് ഐഡൻറ്റിക്കലി ഇത് ശരിയല്ല എന്ന് എടുക്കുക. അപ്പോൾ പിന്നെ വി നോട്ട് എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആകും. നമ്മൾ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരും. അപ്പോൾ ഇത് തെറ്റായിരിക്കും, അപ്പോൾ പിന്നെ ഇത് ശരിയായിരിക്കും. അപ്പോൾ ആ ഒരു സെൻസിലേക്ക് നമ്മൾ ഇത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കും, ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് നമ്മൾ ആദ്യം നമ്മുടെ ചെയ്യുന്നു നമ്മളൊരു എപ്സിലോൺ എടുക്കുക. എങ്ങനെ? 0ക്കും 1നും ഇടയിൽ ഒരു നമ്പർ, പോസിറ്റീവ് നമ്പർ സെലക്ട് ചെയ്യുന്നു.
എങ്ങനെ ഏത് രീതിയിൽ വി നോട്ട് ഈ എപ്സിലോൺ മ്യൂ ഓഫ് സി ഈ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന രീതിയിൽ ഒരു എപ്സിലോണിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ by theorem there exists a positive set A contained in C with respect to that to measure this such that V naught epsilon mu of A is greater than 0. V naught minus epsilon mu of A is greater than 0 എന്നൊരു കണ്ടീഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ വീണ്ടും ഉപയോഗിക്കും. മ്യൂ എന്നൊരു മെഷറാണ് തന്നിട്ടുണ്ട്. മെഷർ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ 0 ആണ്. ഇപ്പോൾ മ്യൂ ഓഫ് എ 0 ആണെങ്കിൽ എന്താ പ്രത്യേകത? നമ്മുടെ കയ്യിൽ ന്യൂ ഇവിടെ രണ്ട് ലെസ് സിമ്പിൾ, അത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസിൻ്റെ ഒരു സിമ്പിളാണ്. ആ സിമ്പിൾ ഇങ്ങനെ ഉപയോഗിക്കുക, അങ്ങനെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് അങ്ങനെ ആകുന്ന എപ്പോഴാണ്? ന്യൂ ഓഫ് എ ഈക്വൾ ടു 0 വെൻ അവർ മ്യൂ ഓഫ് എ ഈക്വൾ ടു 0. അതെൻ്റെ കണ്ടീഷൻ. മ്യൂ ഓഫ് എ 0 ആണെങ്കിൽ ന്യൂ ഓഫ് എയും 0 ആയിരിക്കും. ഓക്കെ, then what is nu naught A or V naught A? That is V of A equal to 0 and V naught A equal to nu A minus integral over A f d mu. Then what is that value? Equal to 0. Now we find V naught minus epsilon mu of A equal to nu of A minus epsilon mu of A. V naught A is 0, mu of A is 0, difference is 0. This is not possible because this value is greater than 0 ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. Therefore mu of A equal to 0 എന്ന അസംഷൻ തെറ്റാണ്. അപ്പോൾ പിന്നെ എന്താ ഈ വരണം? mu of A greater than 0 ആകണം. അടുത്ത നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഈ വാല്യൂ വേണമായിരുന്നു, അത് ഡെവലപ്പ് ചെയ്തു. So for ഈ എലമെൻറ്റ്സ് ഈ ഇൻ്റർസെക്ഷൻ A is a positive set and also E is a positive set given with respect to V naught epsilon mu. Therefore nu naught epsilon mu in ഈ ഇൻ്റർസെക്ഷൻ A പോസിറ്റീവ് ആയതുകൊണ്ട് this is greater than or equal to 0. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഫങ്ഷനാണ്. ആ സെൻസിൽ പറഞ്ഞാൽ ന്യൂ നോട്ട് ഈ ഇൻ്റർസെക്ഷൻ A മൈനസ് എപ്സിലോൺ mu ഈ ഇൻ്റർസെക്ഷൻ A is greater than or equal to 0. Then what is epsilon mu E intersection A? Then what is that value? And this value is clearly less than or equal to nu naught E intersection A. And this is, then what is nu naught E intersection A? That is what is V naught E or assumption? V naught is
V means nu of E equal V nu naught E equal to nu of E minus integral over E f d mu or assumption. അപ്പോൾ അത് പ്രകാരം നമ്മൾ തന്നെ നെക്സ്റ്റിൽ ചെയ്യുമ്പോൾ അത് ഈസ് എപ്സിലോൺ mu E ഇൻ്റർസെക്ഷൻ A less than or equal to nu naught E intersection A, which is equal to nu E intersection A minus integral over E intersection A f d mu. അപ്പോൾ അങ്ങനെ ഒരു ഇനിക്വാളിറ്റി കിട്ടി. ഒരു ഇനിക്വാളിറ്റി നമ്മൾ ഇത് പിന്നീട് ഉപയോഗിക്കും. വീണ്ടും നമ്മൾ ജിയുടെ വാല്യൂ കാണുക. ജിയുടെ വാല്യൂ നമ്മൾ വീണ്ടും ഒരു അങ്ങനെ അസ്യൂം ചെയ്യുക. എഫ് പ്ലസ് എപ്സിലോൺ സൈ ഓഫ് എ എന്ന് അസ്യൂം ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ സൈ ഓഫ് എ. എന്നിട്ട് നമ്മൾ ഏതൊരു ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി വിത്ത് റെസ്പെക്ട് ടു മെഷർ ഡി മി കാണാൻ പോവുകയാണ്. ജിയുടെ അസംപ്ഷൻ എന്ന് പറയുന്നത് വാല്യൂയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എഫ് എപ്സിലോൺ സൈ ഓഫ് എ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിത്ത് റെസ്പെക്റ്റ് മ്യൂ എഴുതി. ദെൻ ഇത് സ്പ്ലിറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ പ്ലസ് എപ്സിലോൺ ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ സൈ ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് മ്യൂ അതേപോലെ എഴുതി. ഈ വാല്യൂവിനെ ഇൻ്റഗ്രൽ ഓവർ ഇ സൈ സഫിക്സ് എ വിത്ത് റെസ്പെക്റ്റ് മ്യൂവിനെ ആ വാല്യൂ നമുക്ക് മ്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെയുള്ള. മെഷർ തിയറിയിലെ ഒരു പ്രോബ്ലമാണ് അത്. അപ്പോൾ ആ രീതിയിൽ അതിനെ സൂചിപ്പിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. ആ വാല്യൂ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയിരുന്നല്ലോ. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റ് ടേമിന് കുഴപ്പമില്ല, അതിന് ചേഞ്ച് ഇല്ലാതെ തന്നെ എഴുതി. ഓക്കെ, സെക്കൻഡ് ടേമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫോർമുല നേരത്തെ എഴുതിയ ഫോർമുല അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നേരത്തെ എഴുതി അതിന് വേണ്ടിയായിരുന്നു ആ റിസൾട്ട് എഴുതി വെച്ച്. ഇതിൽ ഈ ഇൻ്റഗ്രൽ ഓവർ ഇയും ഇൻ്റഗ്രൽ ഓവർ ഈ ഇൻ്റർസെക്ഷയുടെ ഇത് മൈനസ് ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് എന്ന് എഴുതാം, എഫ് ഡി മി എന്ന് എഴുതാം. അടുത്ത നമ്മൾ അതേപോലെ എഴുതി ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ അങ്ങനെ എഴുതി. ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഡി മി എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ന്യൂ ഓഫ് എ എന്ന് അല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ന്യൂ ഓഫ് അവിടെ ബേസ് ഏതായിരുന്നു, ഇ മൈനസ് എ ആയിരുന്നു. പ്ലസ് അടുത്ത ടൈം അതേപോലെ എഴുതി. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാ, ന്യൂ ഇക്ക് ഈക്വലാ, സെറ്റ് തിയറി. Therefore, integral g d mu is less than or equal to nu of e for every e element s is less than or equal to nu of e. Therefore, g is measurable. Therefore, g element k. Okay. And what is integral g with respect to mu, which is clearly integral f d mu by assumption plus അടുത്ത ടേമിനെ എപ്സിലോൺ മെഷർ ഓഫ് എ എന്ന് തൊട്ടും അത് പറഞ്ഞത് എങ്ങനെ വന്നുള്ളതിൻ്റെ മെഷർ ഓഫ് എ എന്ന് എഴുതാം. ഓക്കെ, അവിടെ എഫ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം, എഫ് നോട്ട് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ എഫും എഫ് നോട്ടും ഈക്വൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഇൻ്റഗ്രലിലെ എഫ് നോട്ട് ഡി മ്യൂവിന് നമുക്ക് ആൽഫയെന്ന് കൊടുക്കാം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത ടൈം അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തു. Therefore, this value is greater than alpha. Therefore, integral g with respect to me is greater than alpha, which is a contradiction because alpha is the supreme of all measurable functions in K. Therefore, this is a contradiction. ആൽഫ സുപ്രീം വാല്യൂ, ആ സുപ്രീമാലിറ്റിക്ക് വിപരീതമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ തിയറിക്ക്. അതുകൊണ്ട് ആ തിയറി തെറ്റാൻ കാര്യം എന്താണ്? നമ്മൾ വി നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന അസംഷൻ നമ്മൾ തെറ്റിച്ചത്. നേരത്തെ കണ്ട വി നോട്ട് ന്യൂ നോട്ട് എന്താ കിട്ടിയേക്കുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ 0 ആണ് വേണ്ടുന്നത്. അപ്പോൾ എന്താണ്? ഇത് തെറ്റാണ്. പിന്നെ ഇത് ശരിയാകും. ന്യൂ നോട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ന്യൂ നോട്ട് 0 ആണ്. എന്താ പ്രത്യേകത? അതിൽ ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്ത് എഴുതാം? ന്യൂ ഓഫ് ഇ എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഡി മ്യൂ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് അവസാനിച്ചു. നൗ ടു പ്രൂവ് ദ തിയറം, ന്യൂ ഈസ് എ തിയറം ഫോർ ന്യൂ ഈസ് എ സിഗ്മ ഫൈനൈറ്റ് മെഷർ. ന്യൂ എന്ന് പറയുന്നത് സിഗ്മ ഫൈനൈറ്റ് മെഷറിൽ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഫൈനൈറ്റ് മെഷറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനൈറ്റ് മെഷറിലാണ് ഇതുവരെ നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് അതിന് നോട്ടിൽ എഴുതിയിരിക്കുന്നത് ടു പ്രൂവ് ന്യൂ ഈസ് എ സിഗ്മ ഫൈനൈറ്റ് മെഷർ. അങ്ങനെ അതല്ല അതിൻ്റെ മീനിങ്. ടു പ്രൂവ് ദ തിയറം ഫോർ ന്യൂ ഈസ് എ സിഗ്മ ഫൈനൈറ്റ് മെഷർ. ആദ്യം നമ്മൾ പറഞ്ഞത് ഫൈനൈറ്റ് മെഷറിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സിഗ്മ ഫൈനൈറ്റ് മെഷറിൽ അതിൻ്റെ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ സിഗ്മ ഫൈനൈറ്റ് മെഷറിൽ നമ്മൾ ആദ്യം പഠിച്ച ഫൈനൈറ്റ് മെഷറിൽ തിയറി അപ്ലൈ ചെയ്താണ് കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം അത് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ മ്യൂവും ന്യൂവും സിഗ്മ ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം സിഗ്മ ഫൈനൈറ്റ് മെഷർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എക്സിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എക്സിനെ നമുക്ക് യൂണിയൻ എ എന്ന് എഴുതാൻ പറ്റും. പിന്നെ പ്രത്യേകത, ഓരോ എ എൻ എന്ന് പറയുന്നത് എസ്സിലെ എലമെൻ്റാണ്. ആൻഡ് ആൾസോ ദെയർ മെഷർ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതാണ് ഈ സിഗ്മ ഫൈനൈറ്റിൻ്റെ ഡെഫിനിഷൻ. അതേപോലെ ന്യൂവിനും അത് ശരിയായതുകൊണ്ട് ന്യൂവിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? എക്സിനെ യൂണിയൻ ബി എൻ എന്ന് എഴുതും. എൻ ഈക്വൽ 1 to infinity ആണ്. ന്യൂ ഓഫ് ബി എനെ നമ്മൾ എന്തെഴുതും? ന്യൂ ഓഫ് ബി എൻ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എഴുതും. രണ്ട് പേർക്കും അത് എഴുതി. ഇപ്പോൾ 2 സെറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇതിൽ ഓരോ എ എന്നും പെയർ വൈസ്ലി ഡിസ്ജോയിൻ്റ് ആണ്. ബി എന്നും പെയർ വൈസ്ലി ഡിസ്ജോയിൻ്റ് ആണ്. എന്നിട്ട് നമ്മളൊരു പുതിയ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോയാണ്. നേരത്തെ ബി എൻ ഒക്കെ എഴുതിയ പോലെ അതുപോലെ ആകാൻ വേണ്ടി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? യൂണിയൻ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ ബി എം ആണ് 1 to infinity എ എൻ ഇൻ്റർസെക്ഷൻ ബി എം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ എക്സ് എന്ന് പേര് കൊടുത്തു. ഇതിലെ എ എൻ ഇൻ്റർസെക്ഷൻ ബി എം എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. പിന്നെ അതിൻ്റെ മെഷർ മ്യൂ ഓഫ് എ എൻ ഇൻ്റർസെക്ഷൻ ബി എൻ which is clearly less than or equal to mu of an, and mu of an is less than infinity. Therefore, measure of an intersection bn less than infinity. ഈ സ്റ്റെപ്പ് എവിടെ നിന്നാണ് വരുന്നത്? എ എൻ ഇൻ്റർസെക്ഷൻ ബി എം is a subset of an. Therefore, measure satisfy the inequality. Similarly, nu of an intersection bn is less than or equal to nu of bm and nu is a sigma finite measure. Therefore, it is less than infinity. അത് രണ്ടും അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? യൂണിയൻ ഓഫ് എക്സ് എൻ എന്ന് സൂചിപ്പിച്ചു.
അവിടെ എക്സ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എൻ ഇൻ്റർസെക്ഷൻ ബി എം, ആ ഒരു മോഡലിനെ നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എൻ ഈക്വൾ ടു ഇൻഫിനിറ്റി ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും മ്യൂ കേസാണെങ്കിലും ന്യൂ കേസാണെങ്കിലും ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, വീണ്ടും നമ്മളൊരു എസ് എന്നെ ജനറേറ്റ് ചെയ്യുക ആവശ്യമുണ്ട്. എസ് എന്നെ ആവശ്യമുണ്ട്. എസ് എൻ എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ, നമ്മുടെ ഇപ്പോൾ എക്സ് എൻ നമ്മുടെ കയ്യിൽ നിൽപ്പുണ്ടല്ലോ, ആ എക്സ് എനും ഇയുമായി ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഈയുടെ സബ്സെറ്റാണ് ഈ എഴുതിയ ആൾ. ഈ എലമെൻ്റ് എസ് ഇങ്ങനൊരു സെറ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എസ് എൻ ഈസ് എ സിഗ്മ ആൾജിബ്ര ക്ലിയർലി ഓവർ എക്സ് എൻ ആൻഡ് ദ റെസ്ട്രിക്ഷൻ. ഈ ഇൻ്റർസെക്ഷൻ എക്സ് എൻ എന്ന് പറയുന്നത് ഈയുടെ സബ്സെറ്റാണ്. അപ്പോൾ മ്യൂവിനെയും ന്യൂവിനെയും നമുക്ക് എസ് എന്നിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ആൻഡ് ആൾസോ ഫൈനൈറ്റ്. ഇപ്പോൾ മ്യൂവും ന്യൂവും എസ് എന്നിൽ ഫൈനൈറ്റ് മെഷർ ആയതുകൊണ്ട് ആൻഡ് അപ്ലൈയിങ് എബോവ് സ്റ്റെപ്പ് ടു അവർ എക്സ് എൻ എസ് എൻ മ്യൂ we obtain a non-negative finite valued measurable functions fn on xn such that nu of e is equal to integral fn d mu for every e subset element sn. അത് സ്റ്റെപ്പ് 1 പ്രകാരം നമ്മൾ അങ്ങനെ പറഞ്ഞ പ്രകാരം അതിവിടെ കൂട്ടി ചെയ്തിരിക്കുക. അത് ഫൈനൈറ്റ് മെഷർ ആയതുകൊണ്ട്. ഓക്കെ, നമ്മളിനി എക്സ് എന്നിൽ അതിൻ്റെ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. ജസ്റ്റ് നോക്കൂ. ലെറ്റ് എ എലമെൻ്റ് എസ് ആൻഡ് എസ് ഈസ് എ സിഗ്മ ആൾജിബ്ര, therefore A can be written as union of an and an element Sn where n equal to 1 to infinity and each are disjoint, and define f equal to fn on xn. നേരത്തെ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മോഡൽ. then f is measurable function on x, നേരത്തെ നമ്മൾ എഴുതിയിരുന്ന സംഭവം. then nu of a, then what is nu of a? What is a union of an? Then union of union an, the nu of union an, that is by property of signed measure, this can be written as summation nu of an. Okay, then what is nu of an? തൊട്ട് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അതെന്താണ്? ഇൻ്റഗ്രൽ ഓവർ എ എൻ എഫ് ഡി മ്യൂ, നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂവിനെ എഫ് ഡി മ്യൂ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. സ്റ്റെപ്പ് നേരത്തെ കണ്ട സ്റ്റെപ്പുകൾ അതൊക്കെ. ഇതിനെ വീണ്ടും അങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ യൂണിയൻ എ എന്ന് എഴുതാം. യൂണിയൻ എ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? എ ആണ്. ഇങ്ങനെ എഴുതാം. അപ്പോൾ ന്യൂ ഓഫ് എ എങ്ങനെ എഴുതി? ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഡി മ്യൂ എന്ന് എഴുതി. ജനറൽ കേസായിട്ട് എഴുതി. എക്സ് എന്നിൽ നമ്മൾ ഇത് എഴുതി. Thus f is non-negative finite valued measurable function on x such that nu of a equal to integral over a f d mu. അപ്പോൾ തിയറത്തിൻ്റെ ആ മെയിൻ പാർട്ട് അവസാനിക്കുന്നു. ഇനി യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ നമ്മൾ അതേപോലെ ന്യൂ ഇക്ക് വേറൊരു റെപ്രസെൻറ്റേഷനായ ഇൻ്റഗ്രൽ ഓവർ ഈ ജി ഡി മി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. വേറെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കറക്റ്റ് കിട്ടിയതാണ്.
ഇങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് ആർ ഈക്വൽ ദെൻ റൈറ്റ് ആർ ഈക്വൽ, therefore this can be written as integral over E f minus g measure of u with respect to mu equals 0 for every element s എന്ന് കിട്ടും. നമ്മളിനി അതിൻ്റെ അത് രണ്ടും ഈക്വലാണെന്ന് പറയാൻ പറ്റും. നമ്മളിനി എഫും ജിയും ഈക്വലാണെന്ന് പറയണം. അതിന് നമ്മളിവിടെ ഒരു ഇ എ സെലക്ട് ചെയ്യുകയാണ്. എങ്ങനെയുള്ള എക്സ് സച്ച് ദാറ്റ് എഫ് എക്സ് മോർ ദാൻ ജി എക്സ് എന്ന രീതിയിൽ ഒരു ഇ എ സെറ്റ് ചെയ്യുന്നു. ഫ്രം ദാറ്റ് എഫ് മൈനസ് ജി ഓൺ ഗ്രേറ്റർ ദാൻ 0, എഫ് മൈനസ് ജി ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ഇ, ഇയിലത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് ഈ അസംഷൻ പ്രകാരം എടുത്തു. നമ്മളിതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കാണുന്നു. ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ജി ഡി മ്യൂ. ഇത് നമ്മുടെ 0 എന്ന ക്വസ്റ്റ്യനിലുണ്ട്. നമ്മളിപ്പോൾ അസംഷൻ പ്രകാരം അങ്ങനെ 0 ആകുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഇ 0 ആയതുകൊണ്ടാകാം. ഓക്കെ, മെഷർ ഓഫ് ഇ 0 ആണെങ്കിൽ അവിടെ വരുന്നൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ വിത്ത് റെസ്പെക്ട് ടു ദി മെഷർ മ്യൂ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചും എഫ് എക്സ് ലെസ് ദാൻ ജി എക്സ് എടുക്കുന്നു. ഇതേപോലെ തിരിച്ചൊരു ഇൻക്ലൂഷൻ കിട്ടുന്നു. ദെൻ വി എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ജി എന്ന് കിട്ടുന്നു. ഫ്രം ദാറ്റ് എഫ് ഈക്വൽ ജി ഓൾമോസ്റ്റ് എവരിവെയർ. ഹെൻസ് ദി റിസൾട്ട്. ഓക്കെ.